ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്ജ് ഡീറ്റെയിൽസ്. ന്യൂസിലാൻഡ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സിനോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ടോ? സംസാരിക്കുമ്പോഴും അതുപോലെ മനസ്സിലാക്കാനും എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണണം, കാരണം ഞാനും നിങ്ങളിൽ ഒരാളായിരുന്നു. എന്നെ രക്ഷിച്ച കുറച്ച് ടെക്നിക്കുകളുണ്ട്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മളോട് കുറച്ച് പേര് ചോദിച്ചു, ചേച്ചി ഇവിടെ ഞങ്ങൾ OET IELTS ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പലപ്പോഴും നേറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് അവരെ പോലെ സംസാരിക്കാൻ സാധിക്കുന്നില്ല, പലപ്പോഴും ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നൊരു തോന്നലിലേക്ക് വരുന്നു. കാഷ്വൽ ടോക്സ് ആണെങ്കിലും വളരെ ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്ത് ചെയ്ത് ഇതൊന്നും മാറ്റാൻ പറ്റും? അപ്പോൾ ശരിക്കും ഞാൻ പരീക്ഷിച്ച കുറച്ച് ടെക്നിക്കുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എഡ്ജ് ഡീറ്റെയിൽസ്. ഞാൻ ബേസിക്കലി സൈക്കാട്രിക് RN ആണ്. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. മലയാളിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കറിയാം, ഒരു സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ക്ലയൻസിനോട് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അവരോട് നമ്മൾ അവർ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, കരഞ്ഞുകൊണ്ട് സംസാരിക്കും, ദേഷ്യപ്പെട്ട് സംസാരിക്കും, വളരെ വിയേർഡായിട്ട് സംസാരിക്കും. പക്ഷെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി അവരോട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു എമ്പത്തറ്റിക് ആയിട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു സൈക്കാട്രിക് ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ തന്നെ രക്ഷിക്കുവാൻ വേണ്ടി പ്രയോഗിച്ച കുറച്ച് ടെക്നിക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് നമുക്കൊന്ന് നോക്കാമെന്ന് പറയുന്നത്, ശരിക്കും നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെ അല്ലെങ്കിൽ ഒരു സായിപ്പിനെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുക, അവരെ ഇമിറ്റേറ്റ് ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ മലയാളിയാണ്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മളൊരു ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ നമ്മളൊരു മലയാളിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതും അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ആക്സെന്റ് ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് പകരമായി ഇംഗ്ലീഷിനെ അഡാപ്റ്റ് ചെയ്ത് ക്ലിയർ അല്ലെങ്കിൽ ഒരു കൺസേസ് രീതിയിൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. ആ ഒരു നല്ല രീതിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ ടോക്ക് ഷോസ് കാണുക. ഏത് രാജ്യത്താണോ നിങ്ങളുള്ളത് അവിടുത്തെ കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾ കാണുക, സബ്ടൈറ്റിൽസ് ഇട്ട് കാണുക. എങ്ങനെയാണ് അവർ, ഏതൊക്കെ ഫ്രേസസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്? കാരണം പല രാജ്യങ്ങളിൽ പല രീതിയിലാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് വൺ, വാ തുറന്ന് നല്ല രീതിയിൽ അവർക്ക് കേൾക്കാൻ പാകത്തിന് അവരുടെ മുഖത്ത് നോക്കി അവരുടെ എക്സ്പ്രഷൻ മനസ്സിലാക്കി സംസാരിക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആകും. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ശരിക്കും കേട്ടുകൊണ്ട് മാത്രമല്ല, നമ്മളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അതുപോലെ ലിപ് മൂവ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റു വന്നാലും നമ്മൾ ക്ലിയർ ആയിട്ട് ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷനിലൂടെ അവർക്ക് ചിലപ്പോൾ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച ആശയം മനസ്സിലാകുകയും അതുവഴി അവർ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സമയത്തൊക്കെ അങ്ങനെ ആ ഒരു ക്ലിയർ ആയിട്ട് ഫേസിലേക്ക് നോക്കി ഓപ്പൺ ആയിട്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ പാകത്തിന് സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു നേറ്റീവ് സ്പീക്കറിനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവരോട് കാഷ്വൽ ആയിട്ട് സംസാരിക്കുക. എത്രത്തോളം അവരോട് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അവരുടെ ആ ഒരു ലാംഗ്വേജ്, അവരുടെ ഒരു ആക്സെന്റ്, അവർ യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ അവർ യൂസ് ചെയ്യുന്ന ഫ്രേസസ്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക, സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റ് പറ്റുവാണെങ്കിൽ തെറ്റ് പറ്റിക്കോട്ടെ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയണേ, ഒരു ഉന്മേഷം തരും നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ടോക്ക് ഷോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പം ഹിന്ദി നമ്മളെ തല്ലി പഠിപ്പിച്ചാൽ ചിലപ്പോൾ നമ്മൾ പഠിക്കില്ല. പക്ഷേ നമ്മളൊരു ഹിന്ദി നാട്ടിൽ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ നമ്മളൊന്ന് സംസാരിക്കും, നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കും, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. അതുപോലെയാണ് നമ്മൾ കുറച്ച് നാൾ ഇവിടുത്തെ ആളുകളോട് സംസാരിച്ച് വരുമ്പോൾ ആ ലാംഗ്വേജ് നമ്മുടെ കയ്യിലേക്ക് വഴങ്ങും. അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു, ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യരുതെന്ന്. കാരണം നമ്മളിപ്പം ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാര് അല്ലെങ്കിൽ ഒരു തമിഴ് അല്ലെങ്കിൽ തെലുഗു നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ മലയാളം സംസാരിക്കാൻ പഠിച്ചാൽ അവർക്ക് പലപ്പോഴും ഴായും ഒന്നും വഴങ്ങില്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും.
അപ്പോൾ അടുത്ത ടെക്നിക്ക് എന്നാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കാഷ്വൽ ടോക്സിലോ എന്ത് കാര്യത്തിലായിക്കോട്ടെ കുറച്ച് പൊളൈറ്റും ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൈൻഡ്ലി, പ്ലീസ്, അത് കൂട്ടിച്ചേർത്ത് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടുത്തെ ആളുകൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറാനോ അല്ലെങ്കിൽ അവരോട് ഓർഡർ ഇടുന്നതോ ഒന്നും തന്നെ അവർക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ശരിക്കും ബേസിക്കലി മലയാളികളാണ്, നമ്മുടെ മദർ ടങ് മലയാളമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്, നമ്മൾ എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് ആ ഒരു മലയാളത്തിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു അച്ചടി ഭാഷ പോലെ വരും. ഇപ്പോൾ പല തെറ്റുകളും അവിടെ കാണും. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമ്മുടെ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലായിരിക്കുമ്പോൾ അവർക്ക് മലയാളം സംസാരിക്കാൻ വലിയ താല്പര്യം കാണില്ല. അവർ ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് കാണുന്നതും നന്നായിട്ട് സംസാരിക്കുന്നതും. പിന്നെ നമ്മൾ അവരെ മലയാളം പഠിപ്പിക്കണം. കാരണം ചിലരൊക്കെ പറയും നമ്മൾ വീട്ടിൽ മലയാളം സംസാരിക്കാഞ്ഞിട്ടാണ്. നമ്മൾ മലയാളം നല്ല രീതിയിൽ പേരൻസ് സംസാരിക്കുന്നുണ്ടാകും, പക്ഷെ പല കുട്ടികൾക്കും ഇംഗ്ലീഷ് കുറച്ചും കൂടി അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതുകൊണ്ട് അവരതാണ് സംസാരിക്കുന്നത്. ആ കുട്ടികൾ മലയാളം സംസാരിക്കുമ്പോൾ ശരിക്കും അവര് ആ ഇംഗ്ലീഷിനെ അക്സെപ്റ്റ് ചെയ്ത് അതിൽ അഡാപ്റ്റ് ചെയ്ത് ആ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് അവര് ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പല മിസ്റ്റേക്കുകളും വരുന്നത്. ചിലപ്പോൾ പ്രായമുള്ളവരോട് ഇവിടെ വാ എന്ന് പറയുമ്പോൾ എടാ ഇവിടെ വാ, അല്ലെങ്കിൽ എടി ഇവിടെ വാ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പലപ്പോഴും അച്ചടി ഭാഷ പോലെ അവർ സംസാരിക്കും. അത് തന്നെയാണ് നമുക്കും പറ്റുന്നത്. കാരണം നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം പൊളൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമുക്ക് മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്കൊരു ദേഷ്യമോ സങ്കടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കാണും. മാക്സിമം ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ പല ബാഡായിട്ടുള്ള വേർഡ്സും ഇവിടെ പലപ്പോഴും ഒരു കോമൺലി അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് കേട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണ് ഇങ്ങനെ അങ്ങനെ ചിന്തിക്കാതെ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് അഡാപ്റ്റായി പോകുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അവരോട് റിപ്പീറ്റ് ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്നതിൽ യാതൊരു ഫീലിങ്സോ അല്ലെങ്കിൽ യാതൊരു കുറവോ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് തെറ്റുത്തരം പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യം കൺവേ ചെയ്യുന്നതിനേക്കാളും ശരിയായിട്ടുള്ളത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിനായിരിക്കും കുറച്ചുകൂടി പവർ. അതുപോലെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ ചോദിക്കുക അവരോട്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, എനിക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൽ യാതൊരു പ്രശ്നവും ഒരു കാര്യമൊന്നും അവർ ആ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യുക, അത്രയും മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോംപ്ലക്സ് വാക്കുകൾ ആദ്യമേ കയറി യൂസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. നമ്മൾ സിമ്പിളായിട്ട് സംസാരിക്കുക. സിമ്പിളായിട്ട് സംസാരിച്ച് കുറേ നാൾ കഴിയുമ്പോൾ ആ കോംപ്ലക്സ് വാക്കുകളൊക്കെ നമ്മളിലേക്ക് തന്നെ വന്ന് ചേർന്ന് കൊള്ളും. ഇപ്പം ശരിക്കറിയാം, നമുക്ക് ഒരു IELTS, OET അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് പോകുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ശശി തരൂറിനെ പോലെ ആ ഒരു നല്ല കടുകട്ടി വാക്കുകളൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും രഞ്ജി പണിക്കരും ഒക്കെ ഫിലിമിൽ പറഞ്ഞതുപോലെ എനിക്ക് സംസാരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും അത് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സാധിക്കണമെന്നില്ല. കാരണം നമ്മൾ മനസ്സിൽ ഇപ്പം നമ്മൾ പറയാം, യേശുദാസ് ഒരു പാട്ട് പാടുന്നു, നമ്മൾ ഒരു ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ ആ പാട്ട് കേൾക്കുന്നു, കൂടെ പാടുന്നു, അതേ താളത്തിൽ അതേ രീതിയിൽ നമ്മൾ ചിലപ്പോൾ പാടും. പക്ഷെ ഈ ഹെഡ്സെറ്റൊക്കെ മാറ്റി വെച്ചിട്ട് അതേ പാട്ടൊന്ന് പാടി വരുമ്പോൾ പാടാൻ പറ്റുമായിരിക്കും, പക്ഷെ അതേ താളവും അതേ രീതിയും ചിലപ്പോൾ പലർക്കും വന്നുകൂടുന്നില്ല. അപ്പോൾ ഇതാണ് കാര്യം. അപ്പം നമ്മൾ പക്ഷെ ഡേ ബൈ ഡേ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് കുറേ നാളുകളായി കഴിയുമ്പോൾ ആ ഒരു ഇഷ്ടത്തോടു കൂടി ആ ഒരു ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നുകൊള്ളും. അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ പണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോയ സമയത്ത് എനിക്ക് ഇവിടെ ശരിക്കും ഡ്രൈവിംഗ് എത്ര പാഷനൊന്നും അല്ലായിരുന്നു. എനിക്ക് അതൊരു നെസസിറ്റി ആയിരുന്നു. കാരണം എൻ്റെ കുട്ടികളെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ള സമയത്ത് പാർക്കിൽ കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും. കാരണം ഒരാൾ മാത്രമല്ല, രണ്ടുപേരും ഒരുമിച്ച് ഓടിയെങ്കിൽ മാത്രമേ ഇവിടെ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ വളരെ ടെൻസ്ഡാണ്. ഈ വണ്ടി ഓടിക്കണമല്ലോ, ഞാനല്ലേ ഇത് ഓടിക്കേണ്ടത്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ചേട്ടനോട്
ചേട്ടനോട് ചോദിച്ചു, നീ എന്താണ് ഇത്രയധികം ടെൻഷൻ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിതൊരു നെസസിറ്റിയാണ്, എനിക്ക് എങ്ങനെയും ഇത് പഠിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ഈ ചിന്ത മാറുന്നൊരു സമയം വരും. നീ വണ്ടി ഓടിച്ചോടിച്ചോടിച്ച് ഈ വണ്ടിയെ നീ ഇഷ്ടപ്പെട്ടു തുടങ്ങും, ഈ യാത്രകളെ നീ ഇഷ്ടപ്പെട്ടു കൊടുക്കും. ഈ സ്റ്റിയറിംഗ് വീല് നിന്റെ ആ ഒരു കയ്യിൽ വഴങ്ങുന്ന, അല്ലെങ്കിൽ നീ ഇപ്പോൾ ആ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സ്ഥാനത്ത് വളരെ ഹാപ്പി ആയിട്ട് വളരെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സമയം വരും. അതുപോലെയാണ് ഇംഗ്ലീഷും. ആ ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഡേ ബൈ ഡേ യൂസ് ചെയ്ത് ആ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ ആയിക്കഴിയുമ്പോൾ ഇത് നിങ്ങളെ കൊണ്ടുപോയിക്കോളും. എവിടെയൊക്കെ എന്തൊക്കെ സംസാരിക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നാവിൻ തുമ്പത്ത് വന്നുകൊള്ളും. അപ്പൊ അന്ന് നിങ്ങളൊരു രഞ്ജി പണിക്കരെ പോലെയോ അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെയോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. കുറച്ച് സമയം കൊടുക്കുക, സിമ്പിളായിട്ട് സംസാരിക്കുക, ഡേ ബൈ ഡേ ഇതൊക്കെ വരും. പിന്നെ നമ്മൾ ശരിക്കും OET IELTS ഒക്കെ എഴുതി കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ബേസിക്കലി നമുക്ക് ഇംഗ്ലീഷ് അറിയാം. പക്ഷെ നമ്മുടെ പ്രശ്നം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ, ആ ചിന്തകളൊക്കെ മാറ്റി വെച്ച് കാഷ്വൽ ആയിട്ട് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ഫീലിങ്സ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കൂടി നമ്മൾക്ക് തിരിച്ച് കറക്റ്റ് രീതിയിൽ കൺവേ ചെയ്യാനും തെറ്റായിട്ടുള്ള കാര്യം പറയാതെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും അങ്ങനെ ഡേ ബൈ ഡേ നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്ത് നമുക്ക് ആ ഇംഗ്ലീഷ് നമ്മളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഇംഗ്ലീഷുമായിട്ട് ചേർന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു സമയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ശരിക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഞാൻ പറഞ്ഞ ടെക്നിക്കുകളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.